ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളങ്ങനെ പൊങ്കാലയ്ക്ക് പോകുന്നതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പം നമ്മൾ എരുമേലി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് രാവിലെ പുലർച്ചയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് വന്നു എരുമേലി. അപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ അലോഡല്ല. അപ്പോൾ അത് പുറംഭാഗമൊക്കെ എടുത്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇവിടെയാണ് ഈ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ പേട്ട തുള്ളുന്ന സ്ഥലം കേട്ടോ. ശബരിമലയ്ക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് അറിയാമല്ലേ, നമ്മളിപ്പോൾ പെണ്ണുങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്, ആ ഒരു ഓർമ്മയൊക്കെ ഉണ്ട്. പക്ഷേ ഈ സ്ഥലങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വന്നതാണ് ശബരിമലയ്ക്ക് മാലയിട്ടിട്ട് അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എരുമേലി അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. രാവിലെ അവിടെ തൊഴുതിട്ട് പിന്നെ ഏതൊക്കെയോ വേറെ സ്ഥലങ്ങളിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളവിടെ അമ്പലത്തിലൊക്കെ തൊഴുത് ഇറങ്ങിട്ടോ. അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമൊക്കെയാണ് ഇത്. നമ്മളവിടെ തൊഴുത് ഇറങ്ങി വന്നിട്ട് എല്ലാവരും വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു വലിയ പുലിച്ചേട്ടനെ കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ആ പുലീൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തതാണ് ഞാൻ കേട്ടോ. അവിടെ നിൽക്കുന്ന കണ്ടില്ലേ, നല്ല രസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. അങ്ങനെ നമ്മൾ പുറത്തെത്തിയിട്ടോ. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭഗവാനാണ് കേട്ടോ ശിവഭഗവാൻ. അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ ലൈറ്റൊക്കെ വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതെനിക്ക് വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫോട്ടോസ് അതിൻ്റെ കൂടെ തന്നെ എടുക്കുകയെന്ന്. കാരണം ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും നടത്തി തരുന്ന എൻ്റെ ഭഗവാനാണ് കേട്ടോ. എനിക്ക് അത്രയേറെ വിശ്വാസമാണ് എൻ്റെ ശിവഭഗവാനെ. എന്താ പറയുക, അത്രയും ഞാൻ ഇഷ്ടപ്പെടുന്നൊരു എൻ്റെ ഒരു ആരാധനമൂർത്തിയാണ് എൻ്റെ ശിവൻ. അങ്ങനെ നമ്മളെന്താക്കാം അവിടെ നിന്ന് നേരെ പോകുന്നത് വേറെ അവിടെ ഏതൊക്കെ അമ്പലങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അയ്യപ്പൻ്റെ തന്നെ അമ്പലങ്ങൾ വേറെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ തൊഴുതിറങ്ങി. അത് കഴിഞ്ഞിട്ട് വാവൂരുസ്വാമീൻ്റെ പള്ളിയിലേക്കാണ് പോകുന്നത്. അവിടെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഈ മുന്നിൽ കാണുന്നൊരു അമ്പലമാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് നോക്കിയാൽ പള്ളി നന്നായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു പള്ളിയിലെ അപ്പോൾ കാണാം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മൊത്തത്തിൽ എടുക്കാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിനി അതിൻ്റെ ഉള്ളിലേക്ക് നേരെ പോവും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാം. ഈ ശബരിമലയ്ക്ക് മാലയിട്ട സ്വാമിമാർ ഇതിൽ കൂടെ കയറി തേങ്ങയൊക്കെ ഉടച്ചിട്ടാണ് പോവുക. അപ്പോൾ നമുക്കതിൽ പ്രവേശനമുണ്ട്. പള്ളിയിൽ കയറി ഉള്ളിലല്ല, പുറമേ കൂടെ കണ്ട് പള്ളി കാണാനുള്ള പ്രവേശനമൊക്കെ നമുക്കുണ്ട് കേട്ടോ. അപ്പം നമ്മളൊക്കെ ആദ്യമായിട്ടാണ് പള്ളീൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഭംഗിയിൽ ഓരോ എന്താ പറയുക, പള്ളി നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയിലാട്ടോ പണിതിട്ടുള്ളത്. നമ്മൾ പള്ളിയിലൊന്നും കയറാത്തത് കൊണ്ടായിരിക്കും നമുക്കങ്ങനെ തോന്നിയത്. ആദ്യമായിട്ട് കാണുമ്പോൾ ഉള്ളൊരു ഇതായിരിക്കും കേട്ടോ. ചെറുപ്പത്തിൽ കണ്ടത് പിന്നെ നമുക്കങ്ങനെ ഓർമ്മ ഉണ്ടാവില്ലല്ലോ. 3-4 വയസ്സിലൊക്കെ കണ്ടത് എന്തായാലും ഓർത്ത് വെക്കാൻ വഴിയില്ലല്ലോ. അപ്പം നമ്മളത് ചുറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോ എടുത്തോന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം പോലെ തോന്നി. അപ്പോൾ നോക്കുമ്പോൾ അത് ഈ മലയ്ക്ക് മാലയിട്ട സ്വാമിമാർ തേങ്ങ അടച്ചിട്ട് പോണ സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. എല്ലാവരും വരുന്നുണ്ട് പിന്നാലെ. അപ്പോൾ നമ്മളൊന്ന് പോവാമല്ലോ എന്ന് വെച്ചാൽ. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ചന്ദനത്തിരി കിട്ടി. പള്ളിയിലത്തെ ചന്ദനത്തിരി കിട്ടി, നിനക്ക് വേണ്ടേന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് തന്നു കുഞ്ഞേച്ചി. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് കത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുനടന്നതാണ്. അപ്പോൾ അത് സ്മെല്ല് ചെയ്തൊക്കെ ഇപ്പോൾ നല്ല ഒരു പ്രത്യേക മണമൊക്കെ കേട്ടോ. നല്ല രസമുണ്ട്, നല്ലൊരു സ്മെല്ലായിട്ടുള്ളൊരു ചന്ദനത്തിരി. അപ്പം നമ്മൾ സ്വാമിമാർ തേങ്ങ ഉടയ്ക്കുന്ന സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പള്ളീൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തൊരു ഐക്യമാണ് നോക്കില്ലേ. നമ്മൾ മലയ്ക്ക് മാലയിട്ടിട്ട് ഈ പള്ളീൻ്റെ ഉള്ളിൽ വരുന്നു, അതുപോലെ ഇവിടെ നിന്ന് തേങ്ങ ഉടച്ചിട്ട് വേറെ അമ്പലത്തിലേക്ക് പോണ്. അതിന് വേണ്ടി നല്ല ഐക്യമായിട്ടില്ലേ. അങ്ങനെയാണ് ശരിക്കും എല്ലാവരും വേണ്ടത്. എല്ലാവരും നല്ല സൗഹാർദ്ദമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല എന്താ പറയുക, എല്ലാവരും നല്ല ഒത്തൊരുമയോടെ ജീവിച്ചാൽ മതിയല്ലോ അല്ലേ. അപ്പം നമ്മളിങ്ങനെ അവിടെ കൂടെ പോകുമ്പോൾ കുറേ ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. അതാണ് ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നത്. അപ്പോൾ അവിടെ ആരോ മരണപ്പെട്ടിട്ടുണ്ട്, അത് കബറടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് മോശമല്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വേഗം കുറച്ച് സ്പീഡാക്കിയിട്ടോ, കാരണം അവിടെ അവരെ പ്രാർത്ഥന എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വേഗം പോയി എന്തായിരുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ പള്ളീൻ്റെ മുന്നിലെത്തിയിട്ട് അവിടെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ എന്താ പറയുക, വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് അവർ പറഞ്ഞിട്ടില്ല, അവരെ പ്ലാനിങ് എന്താണെന്ന് നമ്മളോട് അറിയിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നീങ്ങുള്ളൂ. അപ്പോൾ നമ്മളവിടെ കുറച്ച് ഇരുന്ന് എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ.
അപ്പോൾ കുഞ്ഞേച്ചി എന്തൊക്കെയോ വലിയ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനത് കേൾക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്തൊക്കെയോ അവൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കാര്യമായിട്ട് അതൊക്കെ കേൾക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ പിന്നെ പോവുകയാണ്. എനിക്ക് ഈ പള്ളി സത്യം പറഞ്ഞാൽ പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കണ്ടിട്ട് ഇറങ്ങാൻ തോന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു രസമായിട്ട് തോന്നുക. എനിക്ക് എത്ര കണ്ടിട്ടോ എത്ര ഇതാക്കിയിട്ടോ വീഡിയോ എടുത്തിട്ടൊന്നും മതിയാകുന്നില്ല. അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് ഇറങ്ങി, ലാസ്റ്റ് ഇറങ്ങി. പിന്നെ ഏതൊരു സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടേക്ക് പോകാമല്ലോ എന്നും പറഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടോ, പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ എന്തായിരുന്നു, ഇതിൻ്റെ മുന്നിൽ തന്നെയാണ് കേട്ടോ, തൊട്ട് മുന്നിൽ തന്നെയാണ് അമ്പലവും വരുന്നത് കേട്ടോ. അമ്പലവും പള്ളി എന്താ പറയുക, നോക്കിയാൽ കാണുന്ന അങ്ങനെ തന്നെയാണ്, അപ്പുറം ഇപ്പുറമായിട്ടാണ് ഉള്ളത്. പിന്നെ നമ്മൾ പോകുന്നത് ശബരിമലയുടെ ചരിത്ര സംഗീതമായ പുത്തൻ വീട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. കാരണം അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യപ്പസ്വാമി അവിടെ താമസിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അയ്യപ്പൻ താമസിച്ച അതേപോലെ തന്നെ വേറെ പണിയൊന്നും ചെയ്യാതെ അത്രയും പഴക്കമുള്ള ഒരു വീടാണ്, അയ്യപ്പൻ താമസിച്ച വീടാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വന്ന് കണ്ടപ്പോൾ ഷീറ്റുകളൊക്കെ മാറ്റിയിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട്, കാലങ്ങളായിട്ടുള്ളതല്ലേ. അല്ലാതെ ബാക്കിയെല്ലാം പണ്ടത്തെ പോലെ പുരാതനമായിട്ട് തന്നെയാണ് ഉള്ളത് കേട്ടോ. എന്താ പറയുക, ഒരു പ്രത്യേകത. കാരണം നമ്മളിപ്പോൾ ഈ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ പണ്ട് പണിതതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരാകാംക്ഷയൊക്കെ തോന്നൂലേ അല്ലേ. എന്തൊരു ഭംഗിയാണ്, നമുക്ക് ഇത് എത്ര പഴക്കം ചെന്നതാണെന്നൊക്കെ പറയുമ്പോൾ ഒരു അത്ഭുതം ഉണ്ടാവില്ല നമുക്ക്. പിന്നെ അത്രയും പഴക്കമൊക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടാവില്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞു അത്രയും പഴക്കമൊക്കെ ഉണ്ടാവുമോ, അതങ്ങനെയാണോ, ഇപ്പോൾ താമസിച്ചാണോ, അങ്ങനെയൊക്കെ എന്താ പറയുക ചോദിച്ച്, കുറേ പേരോട് ചോദിച്ച്. കുറേ പേര് അവിടെ ഇരുന്ന് കഥകൾ ഐതിഹ്യമൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ കുറേ ഞാനിങ്ങനെ ഓരോ സ്ഥലം അങ്ങനെ അവരെ പടി കെട്ടിയതും അതുപോലെ ആ ഇത് വീടും അതുപോലെ ആ മരം കൊണ്ട് ഇതാക്കിയതുപോലെ ഒരു കുടിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു കുടിലാണ്, നല്ല ഭംഗിയുള്ളൊരു കുടിൽ കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ അയ്യപ്പസ്വാമീൻ്റെ വാള് അങ്ങനത്തെ എന്തൊക്കെയൊക്കെയോ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലോഡ് അല്ലാന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ പുറം മാത്രം എടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് ചെറിയൊരു രീതിയിൽ കിടക്കാൻ പറ്റുന്നൊരു സ്ഥലവും പിന്നെ ഉള്ളിൽ വാളൊക്കെ വെച്ചിട്ട് അയ്യപ്പൻ്റെ ഒരു വിഗ്രഹമൊക്കെ വെച്ചിട്ട് നല്ല രസത്തിലാണ് കേട്ടോ. നല്ലൊരു ഭംഗി, നല്ലൊരു ആത്മസമൃദ്ധി കിട്ടും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചാൽ. നമുക്കൊരു അത്ഭുതവും എല്ലാം കൊണ്ടൊരു ഇത് തോന്നും കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ. അങ്ങനെ ഞാനതിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങി അമ്മേനെ കാത്തുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഇറങ്ങുന്നവരോട് വാതിൽ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഇറങ്ങി. പിന്നെ ഞാൻ അതിൻ്റെ പുറകുവശമൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടോ. നമ്മൾ പഴയ പഴക്കം ചെന്ന ഇത് കാണുമ്പോൾ നമുക്കൊരു അത്ഭുതമാണല്ലോ, അതേപോലെ എനിക്ക് അത്ഭുതമാണ് കേട്ടോ. എല്ലാം അങ്ങനത്തെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഞാനെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് പോവാം, എല്ലാവരും ഇറങ്ങി. ഇനി നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങളോടും വേഗം വരാൻ പറഞ്ഞു. കാരണം നമ്മളൊരാൾ വൈകിയാൽ അവർ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടേ, അത്രയും പേര്. അങ്ങനെ നമ്മൾ അവിടുന്ന് പോന്നു കേട്ടോ. ഇനി അടുത്തത് പമ്പയിലേക്കാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇവിടുന്ന് ഞങ്ങൾ നേരെ പിന്നെ ബസ്സിലേക്കാണ് പോയത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ പമ്പയിലേക്കാണ് കേട്ടോ. അപ്പോൾ പമ്പയിലത്തെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ.